ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ജീവിതവും പഠിപ്പിക്കലുകളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിക്കുകയാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതത്തിലെ മറ്റൊരു മാതൃക ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ കൂട്ടായി ചിന്തിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ ഒരു തമ്പുരാൻ്റെ അരുമ ശിഷ്യനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. അധ്വാനിച്ചവരെയും ഭാരം ചുമന്നവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരെയും പാപികളെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചുങ്കക്കാരെയും ഒക്കെ ചേർത്ത് നിർത്തിയ ഒരു ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനി. സത്യത്തിൽ ഇന്ന് ദൈവത്തെ വിൽപ്പനച്ചരക്കായി വച്ചിരിക്കുമ്പോൾ, ദൈവിക സങ്കല്പം ലോകത്ത് ആഡംബരത്തിൻ്റെ തരത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ, പാവങ്ങൾക്ക് വേണ്ടി ലോകത്തിൽ ഇറങ്ങി വന്ന തമ്പുരാനെയും ആ തമ്പുരാൻ്റെ ശ്രേഷ്ഠ മാതൃകകൾ ജീവിതത്തിൽ പകർത്തിയ പ്രതിപുരുഷന്മാരെയും വിശുദ്ധരെയും നമുക്ക് വിസ്മരിക്കാനാവില്ല. അത്തരത്തിൽ ശ്രേഷ്ഠമായ ഒരു മാതൃകയായിരുന്നു പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ജീവിതം. അധ്വാനിച്ച് ജീവിച്ച മാതാപിതാക്കളുടെ മകനായി പിറന്നതുകൊണ്ട് തന്നെ അധ്വാനത്തിൻ്റെയും പണത്തിൻ്റെയും ഒക്കെ വിലയും അതിൻ്റെ ശ്രേഷ്ഠതയും തിരുമേനി ചെറുപ്പം മുതൽ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ കർത്താവിൻ്റെ ജനന സമയത്ത് ക്രിസ്തുവിനെ ദർശിക്കുവാൻ ആദ്യം അവസരം ലഭിച്ചത് അധ്വാനത്തിൻ്റെ പ്രതീകങ്ങളായിരുന്ന ആട്ടിടയർക്കായിരുന്നു. വർക്ക് ഈസ് വർഷിപ്പ്. നമ്മുടെ അധ്വാനം ആരാധനയാണ് പ്രിയപ്പെട്ടവരെ. വർത്തമാന കാലഘട്ടത്തിൽ പണിയെടുക്കാതെ പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ്. പരിശുദ്ധ പാമ്പാടി തിരുമേനി പണിയെടുക്കുന്നവരെ, വിയർക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ ആദരിച്ചിരുന്ന ഒരു തിരുമേനിയായിരുന്നു. ഇന്ന് കോട്ടും സ്യൂട്ടും ഇട്ട് നടക്കുന്നവരെ മാത്രം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ കരുതുകയും മണ്ണിൽ പണിയെടുക്കുന്നവരെ അറപ്പോടെ വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതി വർദ്ധിച്ചു വരികയാണ്. ജോലികൾക്ക് തന്നെ വൈറ്റ് കോളർ ജോലിക്ക് മാത്രം സമൂഹത്തിൻ്റെ സ്വാധീന മേഖലകളിൽ പ്രവേശിക്കുവാൻ അവസരം കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് തച്ചൻ്റെ മകനായിരുന്നു, തച്ചനായിരുന്നു എന്നത് പറയുവാൻ തന്നെ നമുക്ക് മടിയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ പാമ്പാടി തിരുമേനി അധ്വാനിക്കുന്നവരുടെ കൈമുത്തുന്ന മഹാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദേറയിലെ ജീവിതകാലത്ത് ദേറ ദേവാലയം പണിതതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ദേവാലയം പണി നടക്കുകയാണ്. പുനർനിർമ്മാണം നടക്കുമ്പോൾ റമ്പാച്ചൻ ഓരോ പണിയും ഓരോ ഗ്രൂപ്പിനെ ഏൽപ്പിക്കുകയാണ്. കുമ്മായം തയ്യാറാക്കാൻ ഒരാൾ, മണൽ ചുമക്കാൻ മറ്റൊരാൾ, വെട്ടുകല്ല് ചുമക്കാൻ, തടിയുടെ വർക്കുകൾ, കല്ല് ചുമക്കുക, അങ്ങനെ ഓരോ. മീനടത്തുള്ള ചാരോത്ത് പറമ്പിൽ നിന്നാണ് വെട്ടുകല്ല് വെട്ടി ചുമക്കേണ്ടത്. 2 ഗ്രൂപ്പ് ആളുകൾ സേവനത്തിനായി അവിടെ എത്തുകയാണ്. ഓരോരുത്തർക്കും കൃത്യമായ എണ്ണം പറഞ്ഞ് നിങ്ങൾ ഈ എണ്ണം എത്തിക്കണം. എന്നാൽ ആ പണി തീരാറായപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ എണ്ണം കുറഞ്ഞുപോയി. അപ്പോൾ ഈ 2 പേരും ഈക്വലാക്കുവാൻ തിരുമേനി പറയും, 2 പേരുടെ എണ്ണം ഈക്വലാക്കാൻ പറയും. അപ്പോൾ അവർ ക്ഷീണിച്ചു. അവർ പക്ഷേ റമ്പാച്ചൻ്റെ വാക്ക് കേട്ട് തിരികെ പോവുകയാണ് വാക്ക് ചുമക്കാൻ. അപ്പോൾ തിരുമേനി അവരെ വിളിക്കുകയാണ്, ഇനി പോകണ്ട, മതി. അവരൊന്നിച്ച് ഭക്ഷണം കഴിച്ചു. പ്രാർത്ഥനയ്ക്ക് മുമ്പ് അവർ വെട്ടിയില ചുമന്നവരായതുകൊണ്ട് അവരുടെ ദേഹത്ത് മുഴുവൻ മണ്ണായിരുന്നു. അപ്പോൾ പണിക്കാർ പറഞ്ഞു, ഞങ്ങൾ റമ്പാച്ചൻ്റെ കൂടെ ഇരുന്ന് കഴിക്കുന്നില്ല, ഞങ്ങൾ പോയി കുളിയൊക്കെ കഴിഞ്ഞ് കഴിച്ചോളാം. കൈമുത്താനൊന്നും നിന്നില്ല. കാരണം
റമ്പാച്ചൻ്റെ കുപ്പായത്തിലും ദേഹത്തുമൊക്കെ മണ്ണ് പറ്റിയെങ്കിലും റമ്പാച്ചൻ അത് സമ്മതിച്ചില്ല. റമ്പാച്ചൻ തിരിച്ചു വിളിച്ച് റമ്പാച്ചൻ അവരുടെ കൈ മുത്തുന്നതിന് പകരം അവരുടെ കൈകൾ റമ്പാച്ചൻ മുർത്തുകയും അവരൊന്നിച്ച് പ്രാർത്ഥിക്കുകയും ഭക്ഷണം കഴിക്കുകയും പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സന്ദർഭം. സത്യത്തിൽ എത്ര സുന്ദരമായ ഒരു സന്ദർഭമാണ് അന്ന് ദേറായിൽ നടന്നത്. ഇന്ന് നമുക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്ന ഒരു സന്ദർഭമായി മാത്രമേ അതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവും അപ്രകാരം തന്നെയായിരുന്നു. ദൈവത്തിന് അധ്വാനിക്കുന്നവരോട് വലിയ സ്നേഹമായിരുന്നു. ഭാരം ചുമക്കുന്നവരോട് വലിയ കരുതലായിരുന്നു. താൻ ഏൽപ്പിച്ച താലന്തുകൾ വർദ്ധിച്ചു കൊടുക്കുന്നവരോട് കൂടുതൽ കൊടുക്കാനായിട്ടുള്ള ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണല്ലോ 5 താലന്ത് സമ്പാദിച്ചവന് വീണ്ടും കൊടുക്കുകയാണ്, ഒന്നും സമ്പാദിക്കാതിരുന്നവൻ്റേത് തിരികെ എടുക്കുകയാണ്. നമ്മുടെ അധ്വാനത്തോടുള്ള, ജോലിയോടുള്ള, ഉത്തരവാദിത്തങ്ങളോടുള്ള മനോഭാവം എപ്രകാരമാണ്? ഒരു ഇംഗ്ലീഷ് കവിത വായിച്ചപ്പോൾ അതിൻ്റെ അർത്ഥതലം ഇങ്ങനെയായിരുന്നു. കവി യൂറോപ്പിലെ ഒരു നഗരത്തിൽ ഒരു പണിസ്ഥലത്ത് ചെന്ന് അവിടെ പണിയുന്നവരുമായി സംസാരിച്ചപ്പോൾ അവരുടെ പ്രതികരണങ്ങൾ കവിതയാക്കി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3 ആളുകളുമായിട്ട് അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം ചെല്ലുന്നത് ഒരു വലിയ ബിൽഡിംഗ് പണിയുമ്പോൾ കല്ലുകൾ പൊട്ടിക്കുകയും ചുമക്കുകയും ചെയ്യുന്ന ആളുകളുടെ ഇടയിലേക്കായിരുന്നു. 1-ാമത്തെ ആളോട് ചോദിച്ചു, താങ്കൾ എന്ത് എടുക്കുകയാണ്? വളരെ ദേഷ്യപ്പെട്ട് പറഞ്ഞു, തനിക്ക് കണ്ണില്ലേ? ഞാനിവിടെ കല്ല് ചുമക്കുന്ന കണ്ടില്ല, ഈ വെയിലത്ത് കല്ല് പൊട്ടിക്കുന്നു, ചുമക്കുന്നു. എനിക്ക് ജീവിക്കാൻ വലിയ മാർഗമൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ നികൃഷ്ടമായ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അയാൾ ദേഷ്യപ്പെട്ട് വാക്കൊന്നും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. ഈ കവി അടുത്ത ആളുടെ അരിക്കൽ ചെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, പ്രിയ സഹോദര, ഞാൻ എൻ്റെ ജോലിയിലാണ്, എനിക്ക് ഭാര്യയും കുടുംബവും ഒക്കെ ഉണ്ട്. ഞാനിവിടെ വന്ന് ജോലി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഓരോ ദിവസവും കൂലി കിട്ടും. ഞാൻ ആ കൂലി കൊണ്ട് എൻ്റെ കുടുംബത്തെ പുലർത്തുന്നു. ഞങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇതേ ജോലി ചെയ്യുന്ന മറ്റൊരാളുടെ അരികിൽ ഈ കവി ചെല്ലുകയാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട സഹോദര, താങ്കൾക്ക് വന്ദനം. ഞാനിവിടെ ഒരു ദേവാലയത്തിൻ്റെ പണിയിലാണ്. അതിൻ്റെ കല്ല് പൊട്ടിക്കുകയും ചുമക്കുകയുമാണ്. എനിക്ക് ഇതുവഴി ഒരു ശമ്പളം ലഭിക്കും, എൻ്റെ കുടുംബത്തെ പുലർത്താൻ സാധിക്കും. അതിലേറെ എനിക്ക് സന്തോഷം ആയിരങ്ങൾക്ക് ആശ്രയമാകുന്ന ഒരു ദേവാലയത്തിൻ്റെ പണിപ്പുരയിലാണ് ഞാൻ. ഈ ദേവാലയം ഈ ദേശത്ത് പണിതുയർത്തിക്കഴിഞ്ഞാൽ അത് ആയിരങ്ങൾക്ക് ആശ്രയവും അഭയവുമായി തീരും. അവരുടെ കണ്ണുനീരുകൾ ഇറക്കി വെക്കുവാനും ഭാരങ്ങൾ മാറ്റുവാനും ആശ്വാസത്തിനുമൊക്കെ പ്രയോജനകരമായി തീരും. ഇതിൻ്റെ പണിയിൽ ഏർപ്പെടാൻ സാധിച്ചത് എനിക്ക് വലിയ അഭിമാനവും സന്തോഷവുമാണ്. പ്രിയപ്പെട്ടവരെ, ഒരേ ജോലിയിൽ ഏർപ്പെട്ടവരുടെ 3 മനോഭാവങ്ങളാണ് കവി അവിടെ വർണ്ണിക്കുന്നത്. പരിശുദ്ധ പാമ്പാടി തിരുമേനി നമുക്ക് താബോറിൻ്റെ ഗിരിമുകളിൽ സുന്ദരമായ ഒരു ദേവാലയം പണിതു തന്നിട്ടുണ്ട്. നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഇറക്കി വെക്കുവാൻ, നമ്മുടെ പ്രാർത്ഥനകൾ തിരുമേനിയുടെ പ്രാർത്ഥനകളോട് ചേർന്ന് സ്വർഗത്തിലേക്ക് കയറ്റി വിടുവാൻ, അയക്കുവാൻ. അതെ, അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും പാവപ്പെട്ടവരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഒക്കെ പ്രതീകമായിരുന്നു തിരുമേനി അപ്പച്ചൻ. അവരെ കരുതുന്നവനായിരുന്നു. അവരുടെ കൈമുത്തുന്നവനും അവരെ കൊണ്ട് കൈമുത്തിക്കുന്നവനുമായിരുന്നു. അവരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച ഒരു തിരുമേനി. അതിലപ്പുറം നമുക്കെന്ത് വേണം? വർത്തമാന കാലഘട്ടത്തിലും നമ്മുടെ ജീവിതങ്ങളും സാക്ഷ്യങ്ങളും ലോകത്തിലുള്ള സഹോദരങ്ങളോടും സമസൃഷ്ടികളോടും ഉള്ള നമ്മുടെ സമീപനവും ഒക്കെ ഇത്തരത്തിലൊന്ന് പരുവപ്പെടുത്തുവാനും പവിത്രമാക്കുവാനും പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയും അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനവും മുഖാന്തരമായി തീരട്ടെ എന്ന്
പ്രാർത്ഥിച്ച് ആശംസിച്ച് വാക്കുകളെ ഉപസംഹരിക്കുന്നു.